ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഈ ഒരു കാലഘട്ടത്തിലെ ഈശ്വരൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ദേവതയാണ് മുരുകൻ എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് നമ്മൾ തെക്കേ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളുടെ ദേവൻ തന്നെയാണ് മുരുകൻ. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ അതെല്ലാം അവൻ്റെ കർമ്മഫലങ്ങളാണ്. നമ്മൾ എന്തു ചെയ്താലും, നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. നമ്മൾ വിചാരിക്കും വളരെ ചെറിയ കുട്ടികൾ, കൊച്ചു കുട്ടികൾ, ഈ കുട്ടികൾക്ക് വലിയ അസുഖങ്ങളൊക്കെ വരുന്നു, വേദനിക്കുന്നു ആ കുഞ്ഞുങ്ങൾ. 1 വയസ്സും 2 വയസ്സുമൊക്കെയുള്ള കുട്ടികൾ അവരെന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ അനുഭവിക്കുന്നത് എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടാകും. അവരല്ല ഒരുപക്ഷെ പാപം ചെയ്തിരിക്കുന്നത്, അവരുടെ മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ അവരുടെ മുൻ തലമുറകളാകാം, അതല്ലെങ്കിൽ ആ ആത്മാവ് അത്രത്തോളം പാപം ഒരുപക്ഷെ മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടാകാം. ഈ ജന്മത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ നമ്മൾ ഈ ജന്മത്ത് തന്നെ അനുഭവിക്കും. പക്ഷേ ഈ ജന്മം കൊണ്ട് അനുഭവിച്ചു തീരുന്നില്ലെങ്കിൽ അത് അടുത്ത ജന്മത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെയാണല്ലോ അല്ലേ? കടം നമ്മൾ തീർക്കും. ഒരു ബാങ്കിൽ നിന്ന് എടുത്ത കടം ഈ മാസം നമ്മൾ കുറേ തീർക്കും, മിച്ചമുള്ള കടം അടുത്ത മാസത്തേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് അവിടെ വെക്കും, അത് അടുത്ത മാസം തീർക്കും. അതുപോലെ ഈ ജന്മം കൊണ്ട് അനുഭവിച്ചു തീരുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടുത്ത ജന്മത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അതാണ് നമ്മളിവിടെ കാണുന്നത്. പണ്ട് നമ്മുടെ വിവേകാനന്ദ സ്വാമികളുടെ ഗുരുനാഥൻ ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. അദ്ദേഹത്തിന് ക്യാൻസർ വന്നത് വായ്ക്കകത്താണ്, വായ ഭാഗത്താണ്. ആഹാരം പോലും അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റിയില്ല, കരച്ചിലാണ്, വേദനയാണ്. ശിഷ്യന്മാരൊക്കെ കൂടെ ഇരുന്ന് കരയും. അപ്പം അദ്ദേഹം പറയും, ഇതെല്ലാം കർമ്മദോഷമാണ്, മുൻജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്, ഞാനതുകൊണ്ട് ഈ വേദന സഹിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ വേദന മുഴുവൻ സഹിക്കും. അപ്പം അവിടെയും ഈ ശ്രേഷ്ഠനാണ്, മഹാനാണ്. പക്ഷേ കർമ്മഫലം അത് മുൻജന്മങ്ങളിലെ ആയിരിക്കാം ഈ ജന്മങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അത് അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും അധികം പാപങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പക്ഷേ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മൾ ഒരുപാട് പാപങ്ങൾ നമ്മുടെ ആ ചോരത്തിളപ്പിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. ആ സമയത്ത് ഒരു പക്ഷേ ആരും നമുക്ക് പറഞ്ഞു തരാനുണ്ടാകണമെന്നില്ല. ചിലപ്പോൾ പറഞ്ഞിട്ടും നമ്മൾ കേൾക്കണമെന്നുമില്ല. ചിലപ്പോൾ ആ സമയത്ത് ഇതൊക്കെ തെറ്റാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകണമെന്നുമില്ല. കാരണം പല പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ വളരുന്നത്. കുറേ കാലം കഴിയുമ്പോൾ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ, അല്ലെ അവർ ജീവിക്കുന്നത് കാണുമ്പോൾ, ആ ചുറ്റുപാടുകൾ കാണുമ്പോൾ ഒക്കെയാണ് നമ്മൾ തിരിഞ്ഞ് നോക്കുന്നത്. ശരിയാണ്, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ ആ ചോരത്തിളപ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലാത്ത ആ ഒരു പ്രായത്തിൽ, ബുദ്ധിയിലൊക്കെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്തു പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തു പോയതിനെ പറ്റി നമ്മളിനി ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ പരിഹാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പരിഹാരം ചെയ്യുക. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയുമില്ല. ഈ ഒരു കർമ്മദോഷങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ കുറയുന്നതിനും അടുത്ത തലമുറയിലേക്ക് നമ്മുടെ പാപങ്ങൾ പോകാതിരിക്കുന്നതിനും ഈ ജന്മത്തു തന്നെ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് കർമ്മദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റാളുകൾ, മുതിർന്ന ആളുകൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ,
ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി നമ്മൾ ആശ്രയിക്കേണ്ടുന്ന ഈശ്വരനാണ് മഹാജ്യോതിഷിയായ മുരുകൻ. മഹാജ്യോതിഷിയായ മുരുകനെ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സകല വിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും. നമ്മൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കും അല്ലേ? ഏകാദശി വ്രതം എടുക്കും. ഏകാദശി വ്രതം എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്? നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏകാദശി വ്രതം എടുക്കുന്നത്. അത് മോക്ഷമാണ് പ്രദാനം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ജീവിക്കുകയാണ് അല്ലേ? നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾക്കകത്ത് ചെന്ന് പെടും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം, ദേഷ്യമുണ്ടാകാം, അസൂയയുണ്ടാകാം, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം, മറ്റുള്ളവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം, കുടുംബപരമായിട്ട് നമുക്ക് ദോഷങ്ങളുണ്ട്, നമ്മുടെ മുൻ തലമുറകൾ ചെയ്ത ദോഷം നമ്മളിലേക്ക് വരുന്നുണ്ട്, കുടുംബക്ഷേത്രത്തിന് ദോഷമുണ്ട്, ഇങ്ങനെ ജാതക ദോഷമുണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകാം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് നമുക്ക് നന്മയുണ്ടാകുന്നതിനും നമ്മുടെ സന്താനങ്ങൾക്ക് നന്മയുണ്ടാകുന്നതിനും വേണ്ടി ഒരു വ്യക്തി നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ടുന്ന ഈശ്വരനാണ് മുരുകൻ. ബാക്കി എല്ലാ ദേവതകളെയും പോലെയല്ല. ഒരു വ്യക്തി നിരന്തരമായി മുരുകനെ പ്രാർത്ഥിച്ചാൽ, പ്രത്യേകിച്ച് അസുരഗണത്തിൽപ്പെട്ട വ്യക്തികൾ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അസുരഗണത്തിൽപ്പെട്ട ആളുകൾ നിർബന്ധമായും മുരുകദേവനെ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. ഏതൊരു മനുഷ്യനാണോ അഭിഷേകം കണ്ടു തൊഴുന്നത്, മുരുകദേവന് അഭിഷേകം ചെയ്യുന്നത്, അഭിഷേകം കണ്ടു തൊഴുന്നത്, ആ പ്രസാദം സ്വീകരിക്കുന്നത്, അവന് സകല വിധത്തിലുള്ള ദുരിതങ്ങളും മാറി ശ്രേഷ്ഠമായ ഒരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി മുരുകദേവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അഭിഷേകപ്രിയനാണ് മുരുകൻ. അതുകൊണ്ട് തന്നെ ധാരാളം വസ്തുക്കൾ ഭഗവാന്റെ അഭിഷേകത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദീർഘായുസ് ഉണ്ടാകുന്നതിനും പാപങ്ങൾ തീരുന്നതിനും വേണ്ടി നമുക്ക് പാലുകൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യാം. എല്ലാ ദുഃഖങ്ങളും മാറുന്നതിനായി തേൻ കൊണ്ട് നമുക്ക് ഭഗവാന് അഭിഷേകം ചെയ്യാം. സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടി പഞ്ചാമൃതം കൊണ്ടും അതുപോലെ നല്ലെണ്ണ കൊണ്ടും നെയ്യ് കൊണ്ടും അഭിഷേകം ചെയ്യാം. സമ്പത്തുണ്ടാകുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമാണ് പഞ്ചാമൃതം, നെയ്യ്, എള്ളെണ്ണ. അതുപോലെ തന്നെ ഭസ്മം കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് എല്ലാ വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടും. സകല രോഗങ്ങളും മാറും. രോഗം മാറ്റുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ അഭിഷേകമാണ് ഭസ്മാഭിഷേകം. അതുപോലെ കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യാം ഭഗവാന്. ആത്മശുദ്ധീകരണത്തിന് ഏറ്റവും ഉത്തമമാണ് കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. അതുപോലെ തന്നെ പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യാം ഭഗവാന്. പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്താൽ മനസ്സമാധാനമുണ്ടാകുമെന്നാണ് വിശ്വാസം. സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നത് മഞ്ഞൾ കൊണ്ട് അഭിഷേകം ചെയ്താലാണ്. മഞ്ഞൾ കൊണ്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഐശ്വര്യങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. തൈര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ആരോഗ്യമുണ്ടാകുന്നതിന് വേണ്ടി, ആരോഗ്യവർദ്ധനവിന് തൈര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. വിദ്യാർത്ഥികൾ നിർബന്ധമായും ജ്ഞാനസ്വരൂപനായ മുരുകനെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് എല്ലാ ദിവസവും ഓം ശരവണഭവായ നമഃ എന്ന് 108 തവണ ജപിപ്പിക്കുക. പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ്. ജ്ഞാനമുണ്ടാകും. ജ്ഞാനപ്പൊരുളാണ് ഭഗവാൻ വേലായുധസ്വാമി. ജ്ഞാനമാകുന്ന പാർവതീദേവിയുടെ മുലപ്പാൽ കുടിച്ചവനാണ് ആര്? വേലായുധസ്വാമി. ജ്ഞാനപ്പൊരുളാണ്. അച്ഛന് ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് ഓങ്കാരത്തിൻ്റെ അർത്ഥം ഉപദേശിച്ചു കൊടുത്ത ഭഗവാനാണ്, സ്വാമിനാഥനാണ്. തമിഴ്നാട്ടിലെ സ്വാമിമലയിൽ വെച്ചാണ് മുരുകൻ അച്ഛന് ഓങ്കാരം പ്രണവ മന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തത്.
ശക്തിശാലിയാണ്, ജ്ഞാനശാലിയാണ്, എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന മുരുകദേവനെ എല്ലാ മനുഷ്യരും നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഭഗവാന്റെ വാഹനമാകുന്ന മയിലിനെ പൂജിക്കണം. ഭഗവാന് 3 തരത്തിലുള്ള മയിലുകൾ വാഹനമായിട്ടുണ്ട്. നമുക്കറിയാം, നാരദ മഹർഷി മാങ്ങയുമായി കൈലാസത്തിൽ ചെന്ന കഥ. ലോകം ചുറ്റാനായി ആ സമയത്ത് ഒരു മയിലിനെ മുരുകദേവൻ വിളിക്കുന്നുണ്ട്. ആ മയിലാണ് പ്രണവമയിൽ. പിന്നീട് ശൂരപത്മാസുരനും താരകാസുരനും സിംഹമുഖാസുരനുമൊക്കെ ആയിട്ടുള്ള ആ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഭഗവാന് വാഹനമായി ദേവേന്ദ്രൻ ഒരു മയിലിനെ സമ്മാനിക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്കന്ദപുരാണത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ മയിലിൻ്റെ പേരാണ് ദേവമയിൽ. പിന്നീട് ശൂരപത്മാസുരനെ വധിക്കുന്നു ഭഗവാൻ. ആ സമയത്ത് ശൂരപത്മാസുരൻ ഒരു ചൂതവൃക്ഷമായി മാറിയെന്നും, അതായത് മാവ് ആയി മാറിയെന്നും, ആ മാവിനെ തൻ്റെ വേൽ കൊണ്ട് 2ആയി പിളർന്നുവെന്നും, ഒരു ഭാഗം മയിലായി മാറിയെന്നും പറയുന്നുണ്ട്. മറുഭാഗം കോഴിയായിട്ടാണ് മാറിയത്. ആ മയിലായി മാറിയ ആ മയിലിനെ, ശൂരപത്മാസുരൻ എന്ന ആ മയിലിനെ ഭഗവാൻ വാഹനമായി സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ മയിലാണ് അസുരമയിൽ. കോഴിയെ തൻ്റെ കൊടുക്കൂറയിൽ ഇരുത്തി എന്നും പറയുന്നുണ്ട്. അതും ഭഗവാന്റെ വാഹനം തന്നെയാണ്. അങ്ങനെ ആ മയിലിനെ പൂജിക്കുക. എല്ലാ വിശാഖം നക്ഷത്ര ദിവസവും ഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാ ഷഷ്ടികളും എടുക്കുക. പ്രത്യേകിച്ച് ശുക്ലപക്ഷ ഷഷ്ടി. ഷഷ്ടി ദിവസങ്ങളിൽ വ്രതമായി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാർത്ഥന മുടക്കാതിരിക്കുക. പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നിരന്തരം ഓം ശരവണ ഭവായ നമ എന്ന് 21 തവണയെങ്കിലും കുറഞ്ഞത് ജപിപ്പിക്കുക. 108 തവണ ജപിപ്പിക്കുവാൻ സാധിക്കുന്നെങ്കിൽ നല്ലത്. ഏറ്റവും കുറഞ്ഞത് 21 തവണ അല്ലെങ്കിൽ ഒരു 7 തവണയെങ്കിലും ജപിപ്പിക്കുക. കുട്ടികളുടെ മടി മാറും, അവരുടെ വിദ്യാഭ്യാസത്തിന് പുരോഗതി ഉണ്ടാകും, ജോലി ലഭിക്കാത്ത ആളുകൾക്ക് ജോലി കിട്ടും, വിവാഹം നടക്കാത്ത ആളുകൾക്ക് വിവാഹം നടക്കും, നല്ല വിവാഹം നടക്കും, ആരോഗ്യമില്ലാത്ത ആളുകൾക്ക് ആരോഗ്യമുണ്ടാകും, സമ്പത്തില്ലാത്ത ആളുകൾക്ക് സമ്പത്തുണ്ടാകും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും മാറി സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം ഉണ്ടാകുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം ഓം ശരവണ ഭവായ നമ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടദേവത കാണും, ശരിയാണ്. ആ ദേവതയെ പ്രാർത്ഥിക്കണം. ആ ദേവതയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം, പ്രാർത്ഥിക്കണം, പൂജ ചെയ്യണം. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ നിർബന്ധമായും ശരവണ ഭഗവാനെ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. അതുപോലെ പഞ്ചഗവ്യം കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ വിധത്തിലുള്ള മനുഷ്യരുടെ ദോഷങ്ങളും മാറി അവന് എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതിന് പഞ്ചഗവ്യം കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതായത് പശുവിൻ്റെ 5 ദ്രവ്യങ്ങൾ: തൈര്, നെയ്യ്, പാല്, ഗോമൂത്രം, ചാണകം. ഈ 5 പദാർത്ഥങ്ങൾ കൊണ്ട്, 5 പദാർത്ഥങ്ങളും ഒരു പ്രത്യേക അളവിൽ ചേർത്തിട്ടാണ് പഞ്ചഗവ്യം തയ്യാറാക്കുന്നത്. ആ പഞ്ചഗവ്യം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾ ഭഗവാന് തൈര് കൊണ്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ നല്ല കുട്ടികൾ ഉണ്ടാകും എന്നാണ് വിശ്വാസം. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ജ്ഞാനസ്വരൂപനാണ് സാക്ഷാൽ വേലായുധ സ്വാമി. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് അവൻ പറയും, എനിക്ക് ഇന്ന ദോഷമാണ്, ആ ദോഷമുണ്ട്, ഈ ദോഷമുണ്ട് എന്നൊക്കെ പറയും. കുടുംബദോഷമുണ്ട്, പ്രാക്കുദോഷമുണ്ട്, കണ്ണുദോഷമുണ്ട്, ജാതക ദോഷമുണ്ട് എന്നൊക്കെ പറയും. ഈ ദോഷങ്ങളെല്ലാം മാറുന്നതിന് മനസ്സു നിറഞ്ഞ് മുരുകദേവനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. മുരുകക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് അഭിഷേകം ചെയ്യുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. വർഷത്തിലൊരിക്കൽ പഠിക്കുന്ന കുട്ടികളെ പഴനിയിൽ കൊണ്ടുപോവുക, അതൊരു ശീലമാക്കുക. പഠിക്കുന്ന കുട്ടികൾ വർഷത്തിലൊരിക്കൽ പഴനിയിൽ പോകണം.
പെൺകുട്ടികളെ പഴനിയിൽ കൊണ്ടുപോകണം. അവരുടെ കുടുംബജീവിതത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ അവരെ മുരുകഭക്തരാക്കി വളർത്തുക. കാരണം അവരുടെ ജീവിതമാണ് ഇനി മുമ്പോട്ട് പോകേണ്ടത്. അവരുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിരന്തരം അവരോട് മുരുകദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും കൃത്യം ഒരേ സമയത്തു തന്നെ കഴിയുന്നതും ഓം ശരവണഭവായ നമ എന്ന് 108 തവണ ജപിച്ചു തുടങ്ങിയാൽ 3 മാസത്തിനകം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥിച്ചുകൊള്ളുക, നാമം ജപിക്കുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.